കുങ്ഫു പാണ്ട 4 ഈ സീരീസിലത്തെ മറ്റു 3 സിനിമകളും വെച്ച് നോക്കുമ്പോൾ വൺ ഓഫ് ദ വീക്കസ്റ്റ് അല്ലെങ്കിൽ ഒരു ശോകം എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കുങ്ഫു പാണ്ട 4. മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടേഴ്സിനൊക്കെ കുറേയൊക്കെ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ സീനുകളും കൊടുത്തായിരുന്നു. ഒരു ന്യൂ ക്യാരക്ടർ അഡീഷൻ ആയിട്ടുള്ള ജെൻ എന്ന് പറയുന്ന ഒരു ഫോക്സ് ക്യാരക്ടർ ഉണ്ട്. ആ ഒരു ക്യാരക്ടറിന്റെ ഒരു അഡീഷൻ ഇതിലൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് പോയുടെ ഡ്രാഗൺ വാരിയർ ആയതിനു ശേഷമുള്ള ഒരു മൂവി വരികയാണ്, ഫോർത്ത് പാർട്ട് വരികയാണ്. ആ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ട് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാവുന്ന ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ടായാൽ പോലും ഒന്നും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. കുറെ ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഒരാളായിട്ട് നമുക്കൊരു ഒരു അറ്റാച്ച്മെന്റ് അങ്ങനെ തോന്നാത്തൊരവസ്ഥയായിരുന്നു. ആൻഡ് ഈ സിനിമയുടെ മുമ്പത്തെ സീരീസ് വെച്ച് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പടത്രത്തോളം നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത്? കാരണം ഇതിൽ ഷീഫുവിന്റെയും മൂഗുവേയുടെയും ഇപ്പോൾ ലീഡിങ് ക്യാരക്ടർ ആയിട്ടുള്ള പോവന്റെയും ഒക്കെ ഒരു ലൈഫ് ലെസൺസും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത്രത്തോളം ഗൂസ് ബംബ് ഓഫർ ചെയ്യുന്നതായിരുന്നു. ഈവൻ തേർഡ് പാർട്ടിന്റെ ക്ലൈമാക്സ് ഒക്കെ ഞാൻ പലപ്പോഴും റിപ്പീറ്റ് അടിച്ച് കാണുന്ന ഒരു മൂവിയാണ്. കാരണം അത് അത്രയും ലൈഫിനെ കുറിച്ചിട്ട് നമ്മൾ ഡൗൺ ആയിരിക്കുമ്പോൾ ഇതിലത്തെ ഓരോരോ ടീച്ചിങ്, ഒരു ലെസൺസ് അല്ലെങ്കിൽ ഓരോ വേർഡ്സ് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് വേറൊരു ലെവൽ തന്നെയാണ്. ആൻഡ് ഡ്രീം വർക്സിന്റെ ആ സിനിമകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് തന്നെയാണ് അവർ മെയിൻ ആയിട്ട് ഓഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, കുട്ടികളിലേക്കാണെങ്കിലും ഓഡിയൻസിലേക്കാണെങ്കിലും മൊത്തത്തിൽ. പക്ഷെ ഫോർത്ത് പാർട്ടിലേക്ക് വരുമ്പോൾ അങ്ങനെ നമ്മളെ മൈൻഡിനെ ടച്ച് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് മിസ്സിങ് തന്നെയായിരുന്നു. അതായിരുന്നു ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. ആൻഡ് ഇപ്പോൾ വില്ലൻ ക്യാരക്ടറിന്റെ ഒക്കെ ഒരു ജസ്റ്റ് അവസാനിക്കുമ്പോഴാണ് ആ വില്ലൻ ക്യാരക്ടറിന്റെ ഒക്കെ ഒരു പടത്തിന്റെ അവസാനം എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുവരുന്നു വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ജസ്റ്റ് ആ ക്യാരക്ടറിനെ പെട്ടെന്ന് അവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ആൻഡ് ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ആയാലും ശരി, ഫ്യൂരിയസ് 5 എന്ന് പറയുന്ന ക്യാരക്ടേഴ്സ് ഇതിൽ മിസ്സിംഗ് ആയിരുന്നു. അവർക്ക് ഓരോ മിഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയിരിക്കുന്നത്. ഷീഫുവിന്റെ ക്യാരക്ടർ ആണെങ്കിലും ജസ്റ്റ് ഉണ്ട് എന്നുള്ളതല്ലാതെ ജസ്റ്റ് ഒരു സിഗ്നേച്ചർ പ്രൊവൈഡ് ചെയ്യുന്ന സീൻസുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഓവറോൾ ജസ്റ്റ് വൺ ഓഫ് ദ വീക്കസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഒരു സീരീസിൽ നിന്നും. അല്ലെങ്കിൽ എന്താണോ പ്രതീക്ഷിച്ചു പോയത് ആ ഒരു ഫീൽ നമുക്ക് ഈ പടം ഓഫർ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതിന്റെ ഒരു ഫിഫ്ത്ത് പാർട്ട് പ്രോഗ്രസിംഗ് ആണെന്ന് പറയുന്നുണ്ട്. അത് ഇതുപോലെയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം പ്രതീക്ഷ വെക്കുന്നില്ല. എന്തായാലും ഫിഫ്ത്ത് പാർട്ട് വരട്ടെ, അത് ഇതിനേക്കാളും മികച്ചതാവട്ടെ. കാരണം ബാക്കിയുള്ള 3 പടങ്ങൾ എങ്ങനെയാണോ നമ്മുടെ മൈൻഡിനെ ആ ഒരു എക്സ്പീരിയൻസ് തന്നിട്ടുള്ളത് അതുപോലെ തരാൻ പറ്റട്ടെ. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം? പടം കണ്ടവർ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യാം.